എപ്പോഴും വയ്ക്കുന്ന ചിക്കൻ കറിയുടെ സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചാലോ? അതും വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയാലോ? അപ്പോൾ നമ്മൾ അതിന് പറ്റിയ പുതിന ചിക്കൻ കറിയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 ടീസ്പൂൺ തൈര് ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാം. ഇനി ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ ഒരു പേസ്റ്റ് തയ്യാറാക്കാം. അതിനായി 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, 1 സവാളയുടെ 1/4 ഭാഗം, 3 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇവയെല്ലാം നന്നായി അരച്ചെടുക്കാം. ഇനി കറി പാകം ചെയ്യുന്നതിനായി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽ മുളക് കൂടി ചേർക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്ത സവാള ചേർക്കാം. ഒരു ബേ ലീഫ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാള കുറച്ച് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. സവാള നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കാം. ഇതിലെ ഇലകളുടെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം അധികമാവാതെ നോക്കണം, ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും നമ്മുടെ ചിക്കൻ വേവാൻ. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഈ നേരം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഗ്രേവിയുടെ അളവ് നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് എടുക്കാം. ഈ സമയം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ചൂടാറുമ്പോൾ ഗ്രേവി ഒന്നുകൂടെ തിക്കാകും. ഇനി അടുത്ത തവണ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, അടിപൊളി ടേസ്റ്റാണ്.